സംസ്ഥാന ബിജെപിയുടെ തലപ്പത്ത് മാറ്റമുണ്ടാകുമോ? പല പേരുകളും സജീവമായിരിക്കെ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. പുതിയ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ചർച്ചകളെങ്കിൽ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർന്നേക്കുമെന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. 5 വർഷം പൂർത്തിയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അധ്യക്ഷൻ മാറുന്നത് ഉചിതമല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നു. വിഭാഗീയത കൊടുമ്പിരി കൊണ്ട് നിൽക്കെ ആരധ്യക്ഷനായി വന്നാലും സുരേന്ദ്രനെ താഴെ ഇറക്കണമെന്ന വികാരത്തിലാണ് എതിർ ഗ്രൂപ്പുകളെല്ലാം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ചില ആലോചനകൾ സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ക്രമാനുഗതമായി കേരളത്തിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചതും തൃശൂരിലടക്കം വിജയം നേടാനായതും സുരേന്ദ്രന്റെ കൂടി പ്രവർത്തന ഫലമായി വിലയിരുത്തപ്പെടുന്നു. 5 വർഷ കാലാവധി പൂർത്തിയായെങ്കിലും ഇതിൽ 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നിലപാടും സുരേന്ദ്രന് അനുകൂലമെന്നാണ് സൂചന. പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണോ ഉള്ളതെന്ന സംശയവും നിലനിൽക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും പ്രതീക്ഷയോടെ കാണുന്നു. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിന് വലിയ പരിഗണനയുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ കൃഷ്ണദാസ്, മുരളീധര വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് ഇത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവ് അനുകൂലികൾ പറയുന്നു. മറ്റൊരു സീനിയർ നേതാവായ MD രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഈ വിഭാഗം കരുതുന്നു. കൃഷ്ണദാസിന്റെ പിന്തുണ രമേശിനാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പായാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. പല ഗ്രൂപ്പുകളുമായി ഉടക്കി നിൽക്കുന്ന ശോഭയ്ക്ക് അധ്യക്ഷ പദവി ലഭിച്ചാൽ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ടു പോകുമോ എന്നതിൽ ചില കേന്ദ്ര നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വിശകലനങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, പല പേരുകൾ ഉയർന്നു കേട്ടതാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്. അതിനൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്നുള്ള സൂചനകളും വരുന്നു. സംസ്ഥാന BJPയിൽ ഉള്ള ചില അഭിപ്രായ ഭിന്നതകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തേക്ക് വന്ന അത്തരം ചില പ്രതികരണങ്ങളൊക്കെ ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. പന്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ കോർട്ടിൽ തന്നെ. ഏത് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം? ഏറ്റവും അവസാനത്തെ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ തന്നെ വീണ്ടും തുടർന്നേക്കും എന്ന ഒരു സൂചന വരുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതോടൊപ്പം തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് സമയമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നേതൃമാറ്റം വേണമോ എന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. അതേസമയം സുരേന്ദ്രനെ ഏത് തരത്തിലും മാറ്റുക എന്ന നിലയിലാണ് ഈ വിരുദ്ധ ഗ്രൂപ്പുകളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. അവർ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിക്കാണ് അവരുടെ നീക്കവും ആ തരത്തിലുള്ള ആലോചനകളും. മറ്റാരെങ്കിലും വന്നാലും തിരക്കേടില്ല, സുരേന്ദ്രൻ മാറണം എന്ന ഒരു വികാരം ആ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു പേര് പ്രധാനമായും വരുന്നത് ഒരുപക്ഷെ സുരേന്ദ്രൻ അല്ലെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ ആ നിലയ്ക്കാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പിന്നെ ഉയർന്നു കേൾക്കുന്നത്. രാജീവിനൊപ്പം ഉള്ളവർ രാജീവ് വരുമെന്ന പ്രതീക്ഷ വെച്ചു നിർത്തുന്നുണ്ട്. അതിന് അവർ പറയുന്നു താഴെത്തട്ടിലെ പ്രവർത്തകരുമായി ഒരുപക്ഷെ അങ്ങനെ ഒരു അടുത്ത ബന്ധമില്ലെങ്കിൽ കൂടിയും വി മുരളീധര പക്ഷത്തെയും PK കൃഷ്ണദാസ് വിഭാഗത്തെയും ഒപ്പം ചേർത്ത് അത് മറികടന്നുകൊണ്ട് രാജീവിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലാണ്. മറ്റൊരു പേരാകട്ടെ MD രമേശിന്റേതാണ്. MD രമേശിന്റേതാണ്. MD രമേശ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യതയുണ്ട് എന്ന ഒരു വിശ്വാസവും ആ തരത്തിലുള്ള പ്രതീക്ഷയും അദ്ദേഹത്തോടൊപ്പമുള്ളവർ വെച്ചു പുലർത്തുന്നു. മാത്രമല്ല PK കൃഷ്ണദാസിന്റെ പിന്തുണ MD രമേശിനുണ്ടെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു. വനിതാ പ്രാതിനിധ്യം വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ പേരിനാണ് വലിയ പ്രാധാന്യമുള്ളത്. ഒരുപക്ഷെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരുന്നതിനോട് സുരേന്ദ്ര വിഭാഗത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ താരതമ്യേന അടുപ്പമുള്ളത് MD രമേശുമായാണ് സുരേന്ദ്രൻ അടുപ്പമുള്ളത്. 2 ഗ്രൂപ്പിലാണെങ്കിലും ഇവർ തമ്മിൽ നേരിട്ട് പോരടിക്കുന്ന ഒരു സാഹചര്യമില്ല. ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ മാറുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് MD രമേശ് വരുന്നതിനോട് സുരേന്ദ്രൻ എതിർപ്പില്ല. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സുരേന്ദ്രന്റെ സാധ്യതകൾ അത് പ്രഹ്ലാദ് ജോഷി അടക്കം കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ്. അദ്ദേഹമടക്കം സുരേന്ദ്രനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നൊരു അനുകൂല നിലപാട് അദ്ദേഹത്തിനുണ്ട്. പ്രകാശ് ജാവദേക്കർ, കേരളത്തിന്റെ പ്രഭാരി
പ്രഭാരിയാണ്. അദ്ദേഹവും കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സംതൃപ്തനാണ്. BJPക്ക് ക്രമാനുഗതമായി വോട്ട് കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. തൃശ്ശൂരിലടക്കം വിജയം നേടാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പാർട്ടി കാണുന്നത്. അവിടെ ഒരു നേതൃമാറ്റം 5 വർഷം സുരേന്ദ്രൻ പൂർത്തിയാക്കിയെങ്കിൽ കൂടി 3 വർഷത്തെ ടേമാണ്, 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പുകൾ കൂടി സുരേന്ദ്രൻ നയിക്കട്ടെ എന്നൊരു വികാരം നേതൃത്വത്തിനിടയിലുണ്ട്. പക്ഷേ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഫോർമുലയാണ് മറ്റു ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപർണ. PV വിനോദ് വിവരങ്ങൾ നൽകുന്നു. വിനോദ്, പ്രധാനമായിട്ടും ഈ ഉയർന്നു കേൾക്കപ്പെടുന്ന പേരുകൾ MP രമേശ്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉള്ള വിവരങ്ങളുണ്ടോ? ഇവര് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഡൽഹിയിലാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളോ മറ്റോ ഉണ്ടാകുന്നുണ്ടോ? തൽക്കാലം ഈ വിവരം പുറത്തു വരുന്നതുവരെ മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, അല്ലേ? അപർണ, കഴിഞ്ഞ 1 മാസമായി നേതാക്കൾ പല കുറി ഡൽഹിയിൽ പോയി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് വിളിപ്പിച്ച സ്ഥിതിയുണ്ട്. ശോഭാ സുരേന്ദ്രനൊക്കെ ഡൽഹിയിലേക്ക് നേതൃത്വം വിളിപ്പിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവരുടെ പേരുകൾ വളരെ സജീവമായി ഉയർന്നു വരികയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഒരു ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചെറിയ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അതിനുശേഷം ഈ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളിൽ തലസ്ഥാനത്തും അതിനു പുറത്ത് കേരളത്തിലെ മറ്റ് ജില്ലകളിലുമായി അദ്ദേഹം സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമെന്ന ചർച്ചകൾ സജീവമായത്. മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ വരികയും ചെയ്തു. അവിടെയാണ് ഈ താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി അത്ര കണ്ട് ഇഴയടുപ്പം രാജീവ് ചന്ദ്രശേഖരനില്ല. വളരെ പെട്ടെന്ന് വന്നൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നത്. അവിടെ അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് വി മുരളീധര പക്ഷമുണ്ട്, കൃഷ്ണദാസ് പക്ഷമുണ്ട്, ഇവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല ആ നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയും, രാജീവ് ചന്ദ്രശേഖരന് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, പാർട്ടിയെ നയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ വെച്ചു പുലർത്തുന്നത്. വി മുരളീധരൻ ഒരിക്കൽ കൂടി അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ? ആ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മുരളീധരനെ കൊണ്ടുപോയേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ വന്നു. അവിടെ ഈ സ്ത്രീ പ്രാതിനിധ്യം അതിന് വലിയ പ്രാധാന്യം നൽകിയ കാരണം ഇപ്പോഴത്തെ BJPയുടെ ഒരു നയം അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. അതിൽ സുരേന്ദ്രനൊക്കെ വലിയ ആവേശത്തോടെ പറയുന്ന കാര്യമാണ് ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകാൻ കഴിഞ്ഞു. CPM-നൊക്കെ ഒരു ജില്ലാ പ്രസിഡന്റെങ്കിലും സ്ത്രീയായി ഉണ്ടോ എന്ന ചോദ്യമാണ് സുരേന്ദ്രൻ ഉന്നയിച്ചത്. അങ്ങനെ വനിതാ പ്രാതിനിധ്യം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൂടി കൊണ്ടുവന്നാൽ ഒന്നാമത്തെ പേര് ശോഭാ സുരേന്ദ്രനാണ്. അവിടെയാണ് ഈ ഗ്രൂപ്പ് വഴക്കുകളുടെ പ്രശ്നം വരുന്നത്. സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് പുതിയൊരാളെ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടാൽ ശോഭാ സുരേന്ദ്രൻ വരുന്നതിനോട് സുരേന്ദ്രൻ യോജിക്കാൻ ഇടയില്ല. കാരണം അവർ പരസ്യമായി തന്നെ വിമർശിക്കുന്ന രീതികളുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനും പാർട്ടിയിൽ കൊമ്പുകോർത്ത നിരവധി അവസരങ്ങളുണ്ട്. പരസ്യമായി തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ MD രമേശ് വരുന്നതിനോട് കൂടുതൽ സുരേന്ദ്രൻ യോജിക്കും. കാരണം വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയം 2 ഗ്രൂപ്പുകളിലാണെങ്കിൽ പോലും അവർ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ മാറിയാൽ രമേശ് വരട്ടെ എന്നൊരു താല്പര്യം സുരേന്ദ്രനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സുരേന്ദ്രൻ മാറേണ്ട സാഹചര്യമുണ്ടോ എന്ന ഒരു ചോദ്യം വളരെ പ്രധാനമായി അവശേഷിക്കുന്നുണ്ട്. 5 കൊല്ലം പൂർത്തിയായതുകൊണ്ട് മാത്രം സുരേന്ദ്രനെ മാറ്റാൻ കഴിയില്ല എന്നൊരു വികാരം കേന്ദ്ര നേതാക്കൾക്കിടയിലുണ്ട്. ഇതിൽ 2 കൊല്ലം തന്നെ ഒരു ടേമായി പരിഗണിക്കാൻ കഴിയില്ല, 3 വർഷ ടേമാണ്. മാത്രമല്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വോട്ട് വിഹിതം ക്രമാനുഗതമായി ഉയർത്താൻ കഴിഞ്ഞു. 4%, 5% എന്ന നിലയിൽ നിന്ന് 20% വോട്ട് ഷെയർ എന്ന നിലയിലേക്ക് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ സുരേന്ദ്രന് കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലുണ്ട്. അദ്ദേഹത്തിന്റെ സമീപനത്തിലുള്ള പരാതികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ സംഘടനയെ ചലിപ്പിക്കുന്നതിന് സുരേന്ദ്രന് കഴിഞ്ഞു. മറ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി സുരേന്ദ്രനുണ്ട്. മാത്രമല്ല തൃശൂരിലെ വിജയമടക്കം അതിൽ സുരേന്ദ്രന്റെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. പ്രഹ്ലാദ് ജോഷി കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ്. അദ്ദേഹം സുരേന്ദ്രന് അനുകൂലമായ ചില സമീപനങ്ങൾ ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറിന് താല്പര്യമുണ്ട്. കേന്ദ്ര നിരീക്ഷകൻ തന്നെ നേരത്തെ ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞത് സുരേന്ദ്രൻ മാറുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ്. 5 വർഷം മാനദണ്ഡം പാലിക്കുമോ എന്നതിൽ തനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ യോഗത്തിൽ നിന്നാണ് കൃഷ്ണദാസും MD രമേശും ഇടയ്ക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അവരുടെ നടപടി. ഏതായിരുന്നാലും സുരേന്ദ്രൻ മാറുമോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ
സുരേന്ദ്രനെ മാറ്റും എന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പുതിയ ആൾ വന്നാൽ അതിന് വലിയ പ്രാധാന്യം വരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ്. ശോഭാ സുരേന്ദ്രനുണ്ട്, MD രമേശനുണ്ട്. ആ നിലയ്ക്കുള്ള പേരുകൾ സജീവമായി നിൽക്കുന്നു. അപ്രതീക്ഷിതമായി ഒരുപക്ഷെ വി മുരളീധരൻ പോലും പ്രസിഡന്റ് ആകാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഊന്നാൻ നിർദ്ദേശം നൽകി എന്ന വിവരങ്ങളാണ് നേരത്തെ ഡൽഹിയിൽ നിന്ന് ഉണ്ടായത്. വിനോദ്, ഏതായാലും ഇന്നോ നാളെയോ ആയിട്ട് പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനമുണ്ടാകും. BJP-യിൽ കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ, പുതിയ പേരുകൾ വരുമോ എന്നുകൂടി ഉറ്റുനോക്കുന്ന സമയം.